നമസ്കാരം. കലഞ്ഞൂർ ലൈവ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കൂടൽ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ഇന്ന് രാവിലെ 11:30-നും 12-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. ഫെബ്രുവരി 10 മുതൽ 16 വരെയാണ് തിരുവുത്സവം നടക്കുന്നത്. കൂടൽ ശ്രീദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കൊടിയേറ്റ് ഇന്ന് 11:30-നും 12-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ നിർവഹിക്കപ്പെടുകയുണ്ടായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇന്നത്തെ കൊടിയേറ്റ്
നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. 16-ാം തീയതി വൈകിട്ട് 8:30 ആറാട്ടിന് ശേഷം കൊടിയിറക്കി ഈ വർഷത്തെ നമ്മുടെ തൃക്കൊടിയേറ്റ് മഹോത്സവം സമാപിക്കുകയാണ്. ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ വർഷത്തെ കൊടിയേറ്റ് മഹോത്സവത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായിട്ട് ഈ വർഷവും ഉത്സവം നടത്തുവാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. നിർലോഭമായ സഹകരണം എല്ലാ പക്ഷത്തു നിന്നും ഉത്സവ നടത്തിപ്പിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ഈ 7 ദിവസവും ക്ഷേത്രത്തിലെ വിശേഷാൽ പരിപാടികളോടൊപ്പം തന്നെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസും ഭക്തജനങ്ങളുടെ നിസ്സീമമായ സഹകരണവും അതുപോലെ തന്നെ അവരുടെ സ്പോൺസറിങ് പരിപാടിയും ആണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ വർഷത്തെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. തിരുവാറാട്ട് എഴുന്നള്ളിപ്പ് 16-ാം തീയതി വൈകിട്ട് 4:30 ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നതാണ്. അനവധി കെട്ടുകാഴ്ചകൾ, അതുപോലെ തന്നെ പ്ലോട്ടുകൾ, താലപ്പൊലി തുടങ്ങിയുള്ള കലാരൂപങ്ങളോടുകൂടിയാണ് ഘോഷയാത്ര നടത്തുന്നത്. യഥാർത്ഥത്തിൽ കൂടുതൽ ശ്രീദേവി ക്ഷേത്രത്തിലെ വൈകിട്ടത്തെ ഈ ഘോഷയാത്ര അല്ലെങ്കിൽ എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അവരിൽ കൂടുതൽ ഭക്തിയും അതുപോലെ തന്നെ വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതുമാണ്. കൂടൽ ശ്രീദേവി ക്ഷേത്രത്തിലെ കന്നാണ്ടത്തെ ഉത്സവം ഇന്ന് കൊടിയേറി 16-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നല്ല നല്ല സ്റ്റേജ് പ്രോഗ്രാമുകളും ഘോഷയാത്രയും വളരെ ഗംഭീരമായിട്ട് നടത്താൻ ദേവിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളെല്ലാം അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവം എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരെയും സഹകരിപ്പിച്ചുകൊണ്ട്, എല്ലാ വർഷത്തെയും പോലെ എല്ലാ ആൾക്കാരെയും സഹകരിപ്പിച്ചുകൊണ്ട്, അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരും പങ്കെടുത്തുകൊണ്ട് ഘോഷയാത്ര ഒരു വൻ വിജയമാക്കാൻ വേണ്ടി കമ്മിറ്റിക്കാരുടെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ പ്രവർത്തനവും നടക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരുടെയും എല്ലാ സമുദായങ്ങളുടെയും സഹകരണം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടൽ ദേശമാകെ ഉത്സവ മേളത്തിലാണ്. ഇന്ന് നമ്മുടെ തൃക്കൊടി ഏറ്റ് കഴിഞ്ഞ് 7-ാം നാൾ അതിഗംഭീരമായ ഘോഷയാത്രയോടുകൂടി പൂർവാധികം ഭംഗിയായ ഈ ദേവിയമ്മയുടെ തിരുവുത്സവം അവസാനിക്കുന്നത് വരെ ഞങ്ങളെല്ലാം ഉത്സവ മേളത്തിലാണ്. എല്ലാ വീടുകളിലും എല്ലാ ആളുകളും, എല്ലാ കുട്ടികൾ, ആപാലവൃദ്ധ ജനങ്ങൾ ഉത്സവ ലഹരിയിലാണ്. ഈ ലഹരി ഉത്സവ നടത്തിപ്പിലും ഞങ്ങൾക്കുണ്ട്. ആളുകൾ തരുന്ന ഊർജം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ഉത്സവം മനോഹരമാക്കാൻ ദേവിയമ്മയുടെ കാഠിന്യത്തോടുകൂടി നമുക്ക് കഴിയും എന്ന വിശ്വാസം ഉത്സവ കമ്മിറ്റിക്കുണ്ട്. കൂടൽ ശ്രീദേവി ക്ഷേത്ര ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം കൊടിയേറ്റ് ആയിരുന്നു. കൊടിയേറ്റിൻ്റെ സദ്യയുടെ ലൈനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ 7 ദിവസം, ഇനി വരുന്ന 7 ദിവസങ്ങളിൽ കൂടൽ ദേശത്തിൻ്റെ ഉത്സവമാണ്. 7-ാം ദിവസം ആർഭാടമായ ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയോട് കൂടിയാണ് 7-ാമത്തെ ദിവസം കൊടി ഇറക്ക് ആറാട്ട് ഉത്സവം കൊണ്ടാടുന്നത്. ഇതിലേക്ക് എല്ലാ കരയിൽ നിന്നുമുള്ള തുരുപ്പടികൾ, അതുപോലെ തന്നെ പ്ലോട്ടുകൾ, താലപ്പൊലി, ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി അമ്മയെ എഴുന്നള്ളിച്ച് കൂടൽ ജംഗ്ഷനിൽ സേവയും കഴിഞ്ഞ് എഴുന്നള്ളത്ത് തിരിച്ചു വന്ന് ക്ഷേത്ര കുളത്തിൽ ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുകയാണ്. ഇന്നു മുതൽ 7 ദിവസം കൂടലിൻ്റെ എല്ലാ പ്രദേശത്തുമുള്ളവരും അതുപോലെ തന്നെ ഇവിടുന്ന് മറ്റ് ദേശങ്ങളിൽ പോയിട്ടുള്ളവരും ഈ ഉത്സവത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരാനുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അങ്ങനെയാണ്. കൂടൽ ദേശത്തിൻ്റെ എല്ലാ ജാതി മതം മാറ്റിവെച്ചിട്ട് ഈ ഉത്സവത്തിന് വേണ്ടി എല്ലാവരും എത്തിച്ചേർന്ന ഒരു നല്ല ഒരു ഉത്സവമാക്കി എല്ലാവരും മാറ്റിയിട്ടുണ്ട്. അത് ഈ വർഷവും അതിഗംഭീരമായ പ്രോഗ്രാം. 1-ാം ദിവസം ചാക്യാർകൂത്തും ഡാൻസും ഉൾപ്പെടെ മെഗാ ഷോയെ, ഗാനമേളകൾ,
അതുപോലെ തന്നെ കാക്കാരിച്ചു നാടകം എന്ന് വേണ്ട എല്ലാ ദിവസവും ഓരോരോ നല്ല നല്ല പ്രോഗ്രാമോടു കൂടിയാണ് ഈ വർഷത്തെ ഉത്സവം സജ്ജീകരിച്ചിട്ടുള്ളത്. അതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നേരറിവിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്.